ഇന്ന് പോയാൽ നമ്മൾ തിങ്കളാഴ്ച എത്തും എന്ന് വെച്ചാൽ നമ്മുടെ വിഷുവിൻ്റെ അന്ന് നമ്മൾ എത്തും. നല്ല ഡേ ആണ് കേട്ടോ. അപ്പോൾ എന്തൊരു നമ്മളിവിടുത്തെ ഒരു ക്ഷേത്രമാണിത്. അപ്പോൾ ഈ ക്ഷേത്രത്തിൽ ഉത്സവമാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് അലങ്കാര പണിവാണ് ഭയങ്കര ശബ്ദം. കൂട്ടുകാരെ തീർന്നിരിക്കുന്നു. കാശി അങ്ങോട്ട് പാട്ടുകൾ മാത്രം. ഹലോ ഡിയേഴ്സ്, ഇന്ന് ഒരു പ്രത്യേക ദിവസമാണ്. ഞങ്ങൾ മൂന്നാർ ട്രിപ്പ് പോവാണ്. രാവിലെ വീഡിയോ എടുത്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ട്രിപ്പ് പോകണ കാര്യം. അപ്പോൾ ഉച്ചയായി ഇറങ്ങുകയാണ് ഇവിടെ നിന്ന്. ഞാൻ വണ്ടി കൊണ്ടുപോയി എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ അവിടെ വയ്ക്കും. അത് കഴിഞ്ഞിട്ട് ഫ്രണ്ട്സും എല്ലാവരുമായിട്ടൊക്കെ ജോയിൻ ചെയ്ത് അവിടെ നിന്ന് എന്താണ് പോവുക ചെയ്യുന്നത്. അപ്പോൾ വണ്ടി എൻ്റെ ഒരു ഫ്രണ്ട് വന്ന് എടുത്തിട്ട് പോകും. കാരണം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ അവിടെ സേഫ് അല്ല, ഒരുപാട് നേരം വെക്കാൻ പറ്റത്തില്ല, അങ്ങനെ ഒരു കാര്യമുണ്ട്. അപ്പോൾ ഒരു നൈറ്റൊക്കെ ആകുമ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് വന്ന് എടുത്തിട്ട് പോകും. പിന്നെ ഞാൻ മൺഡേ വരുമ്പോഴത്തേക്കും എനിക്ക് ടൈമിൽ കൊണ്ടുവന്ന് തരും. അതാണ് പ്ലാൻ. അപ്പോൾ ഇപ്പോൾ തന്നെ ലേറ്റായി, ഒരുപാടൊന്നും നേരം സംസാരിച്ച് നിൽക്കാനുള്ള ടൈമില്ല. എല്ലാ കാര്യങ്ങളും ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടായിരിക്കും, എല്ലാം ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്തായാലും പോയിട്ട് വരാം. വീഡിയോ അസ്സലാമു അലൈക്കും. ആക്ച്വലി ഞാൻ ഇറങ്ങാം കേട്ടോ. ഓക്കെ, സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴൊക്കെ സലാം പറയും. വീടിന് സലാം പറഞ്ഞിട്ടാണ് എപ്പോഴും ഞാൻ ഇറങ്ങാറ്. യെസ്, ഓക്കെ. അപ്പോൾ ബാക്കി കാര്യങ്ങൾ വഴിയെ ഞാൻ വീഡിയോ ആയിട്ട് ഇടാം. ഓക്കെ, ബൈ ഗൈസ്. അപ്പോൾ അതാ ഇവിടെ നമ്മൾ ആറ്റിങ്ങ ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട്. നമ്മളെ ബസ്സൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട് മക്കളെ. കൊണ്ടുപോകുന്നു. ചൂട് ചൂട്, ഹെവി ചൂട്. എങ്ങനെയെങ്കിലും വണ്ടി കയറി ഇരുന്നാൽ നമ്മൾ പുതിയ ബാഗൊക്കെ കൊണ്ടിരിക്കും. രാത്രി ഫുൾ അടിച്ചുപൊളിയായിരുന്നു കേട്ടോ. എല്ലാവരും ഡാൻസും പാട്ടും അങ്ങനെ നല്ല വൈബായിരുന്നു. നൈറ്റ് ഫുള്ള് ഉറങ്ങാനേ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ എന്താ പറയുന്നത്, ഒരു ലേഡീസ് ട്രിപ്പ് എന്നുള്ള രീതിയിൽ ആദ്യമായിട്ടായിരുന്നു. പിന്നെ അവരുടെ ഫാമിലി മെമ്പേഴ്സ് ആയിരുന്നു കേട്ടോ ഈ കാണുന്ന ജെൻസൊക്കെ എന്ന് പറയുന്നത്. അവരുടെ ഹസ്ബൻഡ്, ബ്രദർ അങ്ങനെയാണ്. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് മറയൂർ ആണ് പോയത്. അപ്പോൾ മറയൂർ പോകുന്ന ആ ഒരു ടൈമിലുള്ള കാഴ്ചകളാണ് കേട്ടോ ഇതൊക്കെ. എനിക്ക് തോന്നുന്നു ഒരു 5:30 ആ ഒരു ടൈമൊക്കെ ആയിരുന്നു. ഞങ്ങൾ ഉറങ്ങിയിട്ടേ ഇല്ല നൈറ്റ്. അതിൻ്റെ ക്ഷീണം തന്നെ മുഖത്ത് കാണാനും ഉണ്ട്. പക്ഷേ തണുപ്പും ഉണ്ടായിരുന്നു, അത്യാവശ്യം നല്ല തണുപ്പുണ്ടായിരുന്നു. ഞങ്ങൾ വിൻഡോ ഓപ്പൺ ആക്കാനേ പറ്റുന്നില്ല നേരത്ത്. ഉള്ളിൽ AC ഇട്ടിട്ടില്ല, എന്നാൽ വിൻഡോ ഓപ്പൺ ആക്കാനും പറ്റുന്നില്ല. അത്രയ്ക്കും തണുത്ത കാറ്റായിരുന്നു വെളിയിൽ നിന്ന് വരുന്നത്. എന്നുവെച്ചാൽ ഐസിലിരിക്കും പോലെയായിരുന്നു. ഒരു പക്ഷേ ഒരു ഹൈ റേഞ്ച് ആയതുകൊണ്ടായിരിക്കാം അങ്ങനെ. നല്ല രസമായിരുന്നു കേട്ടോ. ഇഷ്ടം പോലെ മൗണ്ടൈൻ. എന്ന് വെച്ചാൽ നമ്മളൊരു ഡേ ടൈമിൽ കാണുന്നതിനെക്കാട്ടി കുറച്ചുകൂടി ഈ ഒരു ഏർലി മോർണിംഗ് ടൈമിൽ കാണുമ്പോൾ കുറച്ചുകൂടി ഭംഗിയുണ്ടായിരുന്നു. എന്താ പറയുന്നത്, ആ ഒരു തണുപ്പും. നമ്മൾ ഫസ്റ്റ് ടൈമാണ് കേട്ടോ നമ്മളിപ്പം മറയൂർ എത്തി ഗൈസ്. മറയൂർ എത്തി. എൻ്റെ മുന്നോ കുരങ്ങന്മാരെന്ന് വെച്ചാൽ 5 വിട്ട കുരങ്ങന്മാർ പറയാതിരിക്കാൻ ഭയങ്കര കുരങ്ങന്മാർ ഇഷ്ടം പോലെയുണ്ട്. അഴുതൊക്കെ തളർന്ന് കൊണ്ടാറ് തുടങ്ങി. ഇതൊക്കെ മക്കളെ അതെങ്ങനെ അടക്കുന്നത് എൻ്റെ മല. അയ്യോപ്പാ, നിൽക്കുന്നില്ല മക്കളെ, ഇരിക്കുന്നില്ല. താങ്ങിയും തൂങ്ങിയൊക്കെയാണ് എടുത്തുകൊണ്ട് പോകുന്നത്. അത്രയ്ക്ക് വെയിറ്റ് ഉണ്ട്. എനിക്കൊന്ന് ഏകദേശം ഒരു 10-15 ജോഡി ഡ്രസ്സ് മാത്രം എൻ്റെ ബാഗിൻ്റെ അകത്തുണ്ട്. എങ്ങനെ എടുക്കുമെന്ന് വെച്ചാൽ എനിക്ക് തന്നെ അറിയത്തില്ല. എങ്ങനെയൊക്കെയോ എടുത്തു. അകത്തൊന്ന് കയറണം. അകത്തും ബാഗ് ഇരിപ്പുണ്ട്. ഒന്ന് കവർ ചെയ്ത് അതുകൂടി എടുക്കണം. ഓക്കെ,
ഞങ്ങൾ പോവാൻ വേണ്ടി നോട്ടിഫിക്കേഷൻ ഞങ്ങൾ പോവാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട്. ഫസ്റ്റ് ട്രക്കിങ് എന്താണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്, ലൈറ്റ് കളർ ടീഷർട്ടാണ് ഇട്ടിരിക്കുന്നത്, പിന്നെ ഒരു കാർഗോ പാൻറ്റും, അപ്പോൾ വന്നിട്ട് ഒരു വൈറ്റ് ടീഷർട്ടും, പിന്നീട് ഒരു ബ്ലാക്ക് ജീനും, അജിത പിങ്ക് കളർ ഒരു ടീഷർട്ടും ബ്ലാക്ക് ഒരു ജീനുമാണ് ഇട്ടിരിക്കുന്നത്. നോർമലി നമ്മൾ ട്രക്കിങ് പോകുമ്പോഴത്തേക്കും ട്രക്കിംഗ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ട്രക്കിംഗ് പോകുമ്പോൾ നോർമലി ലൈറ്റ് കളേഴ്സ് ഡ്രസ്സ് ഇടാൻ പാടില്ല. പക്ഷേ ഞാനും ഇവളും വൈറ്റും ഏകദേശം പീച്ചുമാണ് ഇട്ടിരിക്കുന്നത്. തിരിച്ച് വരുമ്പോൾ ഇത് കറുത്ത് നല്ല പരുവത്തിയിരിക്കും. ഇത് ഓക്കെ, പിങ്ക് ഓക്കെ. അജിത് ഇട്ടിരിക്കുന്ന ഡ്രസ്സ് കറക്റ്റാണ് ട്രക്കിങ്ങിന് പോകാൻ, ഡാർക്ക് കളർ. രാവിലെ ഫുഡ് ഒന്നും കഴിച്ചില്ല. നമ്മൾ ഏകദേശം ഹോട്ടലിൽ റൂമിൽ വന്നപ്പോൾ തന്നെ 7 മണിയായി. 7 നോട്ടിഫിക്കേഷൻ 7 മണിയായി നമ്മൾ റൂമിൽ വന്നപ്പം. പിന്നെ റൂം സത്യം അതൊക്കെയാണ് കാര്യങ്ങൾ. ഒരാൾ കിടക്കുന്നുണ്ട്, നമ്മുടെ കൂടെ വന്ന ഒരാളുടെ മോനാണ്. രാവിലെ ഫുഡ് കഴിച്ചിട്ടില്ല, ടീ കുടിച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. എം ടി സ്റ്റൊമക്കാണ്. ഇനി അങ്ങോട്ട് പോയിട്ട് വേണം എന്തെങ്കിലും കഴിക്കാൻ. എങ്ങനെയാണ് ഇവിടുത്തെ ഫുഡൊന്നും കാര്യമൊന്നും അറിഞ്ഞൂടാ. പക്ഷെ പലരെ ഒപ്പീനിയൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ഫുഡ് കഴിക്കാതിരിക്കുക എന്നാണ് ഒപ്പീനിയൻ. പരമാവധി സിമ്പിളായിട്ടുള്ള എന്തെങ്കിലും കഴിക്കുക, ലൈറ്റ് ഫുഡ് കഴിക്കുക, ഹെവി ഫുഡ് കഴിക്കാതിരിക്കണം എന്നാണ് പരമാവധി എല്ലാവരും പറയുന്നത്. നോക്കാം നമുക്ക് എന്ത് ഫുഡാണ് കിട്ടണേന്നൊന്നും അറിഞ്ഞൂടാ. നെറ്റും കിട്ടുന്നില്ല, ഒന്നും കിട്ടുന്നില്ല. ഒരു ഉപയോഗമില്ല, മരിച്ചിരിക്കും. അപ്പം അതൊക്കെയാണ് വിശേഷങ്ങൾ. ബാക്കി എന്തായാലും ഇവിടെ ഇറങ്ങിയിട്ട് ബസ്സിൽ കയറിയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യാം. അതുവരേക്കും ഫുള്ള് മല 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 മല. പക്ഷെ ഭയങ്കര പൊട്ട വെയിലേട്ടാ ഗൈസ്. പ്രതീക്ഷിച്ച ക്ലൈമറ്റ് അല്ല, പൊട്ട വെയിലെന്ന് വെച്ചാൽ പൊട്ട വെയിൽ. ദേ ഈ ജീപ്പിലാണ് പോകണമെന്ന് പറയുന്നത്. ഒരു ജീപ്പ് കൂടി ഉണ്ടെന്ന് പറയുന്നത്. 2 ബാഗൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ചേട്ടന്മാരൊക്കെ പറയണം ബാഗ് എടുത്ത് വെച്ചിട്ട് കാര്യമില്ലെന്ന്. പക്ഷേ ഈ 2 ബാഗൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്, ഫുൾ സ്നാക്സ്. ഞങ്ങളുടെ ഡ്രൈവറാണ് കേട്ടോ. ഈ ഡ്രൈവർ ചേട്ടനും കൂടെ വന്ന് ചേട്ടനും. അതാ സംഭവം. ഇവിടെ ഫുള്ള് ഷോപ്പുകളൊക്കെ ഇങ്ങനെ ഓപ്പണായിട്ട് വരുന്നേ ഉള്ളൂ. പക്ഷെ പ്രതീക്ഷിച്ച ഒരു ക്ലൈമറ്റും അല്ല, ഭയങ്കര വെയിൽ. വേറെ എന്തൊക്കെയോ പ്രതീക്ഷിച്ചാണ് വന്നത്. വലിയ എന്താ പറയുന്നത്, വലുതായിട്ടൊന്നും ഷോപ്പ് ഓപ്പൺ ആയിട്ടില്ല. ഇപ്പോൾ ഏകദേശം ടൈം ഒരു 8:45 ആയിട്ടുള്ളൂ. അതാണ് സംഭവം. എനിക്കൊന്ന് ഈ വണ്ടികളൊക്കെ വരുന്ന ആൾക്കാർക്കൊക്കെ ട്രക്കിങ്ങും കാര്യങ്ങളൊക്കെ പോകാൻ വേണ്ടി ഇട്ടിരിക്കുന്ന വണ്ടികളാണ് ഈ സൈഡ് അത്രയും. അങ്ങനെ ഒരുപാട് ബോർഡുകൾ മലയാളത്തിൽ കാണാം, തമിഴിൽ കാണാം. അതുകൊണ്ട് അവിടെ തമിഴിൽ കാണാം, അവിടെ മലയാളത്തിൽ, അങ്ങനെ ഒരുപാട് ബോർഡുകൾ നമുക്ക് കാണാൻ പറ്റും. ഇതൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പോൾ വെയിലുണ്ടോ അജയ്? യെസ്, ഒരു ചായ പോലും കുടിച്ചിട്ടില്ല. അതാ ഇതിൽ വലിയ ഗംഭീരമായ കാര്യം. ട്രക്കിംഗ് പോണ് ഗൈസ്, ട്രക്കിംഗ് പോണ്. അത് ജീപ്പ്. ഇപ്പൊ നമ്മളെ കൊണ്ടുപോയി സിംഗം പുലിയെയൊക്കെ കാണിച്ചു തരും എന്നൊക്കെയാണ് പറയും. അല്ലേട്ടാ, ഞങ്ങളെ കൊണ്ടുപോയി എന്തോന്നൊക്കെ കാണിച്ചു തരും ട്രക്കിംഗ് പോയിട്ട്. സിംഗം, പുലി, കടുവ, പിന്നെ ഇതിന്റെയൊക്കെ ചിത്രം കാണിച്ചു തരുമെന്നാണ് പറയണ കാര്യം. നോക്കാം എങ്ങനെയാണെന്ന്. ഞാനാണെങ്കിൽ ട്രക്കിംഗ് ഒന്നും പോയിട്ടില്ല, ഫസ്റ്റ് ടൈം. ഇട്ടേട്ടാ, ഇതില് വണ്ടിയില് പാട്ടില്ലേ? അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ പോയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുന്നത്, ഒരു ചന്ദന മരത്തിൻ്റെ ഒരു ഏരിയ, അവിടെയാണ് ഞങ്ങൾ പോയത്. ഒരു ഫോറസ്റ്റ് കണക്ക് ഫുൾ അവിടെ ചന്ദനമായിരുന്നു. അപ്പോൾ ഈ ഡ്രൈവ് ചെയ്യുന്ന ചേട്ടനിലെ അടിപൊളിയായിരുന്നു, പറയാതിരിക്കാൻ വയ്യ. സൂപ്പറായിരുന്നു, പാട്ടും അതിനനുസരിച്ച് വൈബും. ജീപ്പായതുകൊണ്ട് കിടന്ന്
ആ റോഡൊക്കെ ഉണ്ടല്ലോ, സ്ട്രെയിറ്റ് റോഡായിരുന്നാൽ പോലും അല്ലെങ്കിൽ വളഞ്ഞ റോഡായിരുന്നാൽ പോലും ചേട്ടൻ്റെ ഓട്ടിക്കൽ കണ്ടാൽ തോന്നും ഇത് ഫുള്ള് വളഞ്ഞ് ആ ഒരു രീതിക്കാണെന്ന്. സത്യം പറയാമല്ലോ, എന്ത് രസമായിരുന്നു അറിയുമോ ചേട്ടൻ ഡ്രൈവ് ചെയ്തത്, പറയാണ്ടിരിക്കാൻ വയ്യ. നല്ല രീതിക്ക് എൻജോയ് ചെയ്തു. ഇതാണ് കേട്ടോ ആ ചന്ദന മരങ്ങളുള്ള സ്ഥലം. ഇത് ഫുള്ള് ചന്ദന മരം കേട്ടോ. അപ്പം നമുക്ക് തോന്നും ഇതിപ്പോൾ കയറി എടുക്കാൻ പറ്റും, അങ്ങനെയാണ് ഇങ്ങനെയാണ്. സത്യം പറയാമല്ലോ, അതിൻ്റെ അകത്ത് എൻട്രി പോലും ആവാൻ പറ്റില്ല. ഫുള്ള് മറ്റേ ഇല്ല സംഭവമാണ്. എന്താണ് ഇതൊക്കെ കാണാൻ പറ്റുന്നുണ്ട്, ഒരു കമ്പി. ഈ കമ്പി വെച്ചിട്ട് ഫുള്ള് കവർ ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്കതിൻ്റെ അകത്തോട്ട് എൻ്റർ ആവാനോ അല്ലെങ്കിൽ അതിൽ ടച്ച് ചെയ്യാനോ അല്ലെങ്കിൽ കുറച്ച് തോണ്ടി എടുത്തുകൊണ്ട് വരാനോ അങ്ങനത്തെ ഒരു കാര്യങ്ങളും നടക്കുന്നതല്ല കേട്ടോ. ഇങ്ങനെ വെളിയിൽ നിന്ന് നമുക്ക് കാണാം, അതിൻ്റെ ഒരു സ്മെല്ലൊക്കെ നമുക്കൊരു അറിയാൻ പറ്റും, ഒരു പോസിറ്റീവ് ഒരു സ്മെല്ലൊക്കെ അവിടെ അറിയാൻ പറ്റും. അത്ര മാത്രമേ ഉള്ളൂ. പിന്നെയെന്ന് വെച്ചാൽ ഈ വന്ന ജീപ്പുകൾ അത്രയും ഈ ഒരു ഏരിയ കാണാൻ വേണ്ടി വന്നിട്ട് ഫുള്ള് ട്രക്കിങ്ങിന് വേണ്ടി വന്ന ജീപ്പുകളാണ്. ഒരുപാടുണ്ടായിരുന്നു, നിരനിരാന്ന് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. അതിനനുസരിച്ച് ആൾക്കാർ ഇറങ്ങുന്നുണ്ട്, ഫോട്ടോസും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് എടുക്കുന്നു. അതിന് ശേഷം പിന്നെ അടുത്ത സ്ഥലത്തേക്ക് പോവുക ചെയ്യുന്നത്. ഇവിടെ ആകെ ഉള്ളത് ആ ഒരു ചന്ദനമരം മാത്രമാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ആ സ്ഥലം, മൊത്തത്തിൽ ഇതാണ്. ഓക്കെ, എല്ലാവരും നിന്ന് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. സത്യം പറയാമല്ലോ, ഈ സ്ഥലങ്ങളൊക്കെ കണ്ടപ്പോൾ ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇങ്ങനൊരു സ്ഥലത്തൊക്കെ വീട് വെച്ച് സ്റ്റേ ചെയ്യുകയാണെങ്കിൽ എന്ത് രസമായിരിക്കും അല്ലേ. ഏർലി മോർണിംഗ് നമുക്ക് എന്ത് ഭംഗിയുള്ള കാഴ്ചകൾ കാണാൻ പറ്റും. നോക്ക്, നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ തന്നെ അറിയുന്നുണ്ടാവും എന്ത് ഭംഗിയാന്നുള്ളത്. എന്താ പറയുന്നത്, ആകെ കൂടി എനിക്ക് നെഗറ്റീവായിട്ട് തോന്നിയത് അവിടുത്തെ വെയിൽ മാത്രമാണ് കേട്ടോ. ആ വെയിലില്ലായിരുന്നെങ്കിൽ എൻ്റെ പൊന്നോ എന്ത് പോസിറ്റീവ് വൈബായിരുന്നെന്നോ. ആ ഒരു പാട്ടും ആ ഒരു ട്രക്കിങ്ങും പിന്നെ ഈ സ്ഥലത്തെ ഭംഗിയും കാര്യങ്ങളും മൊത്തത്തിൽ എന്താ പറയേണ്ടതെന്ന് അറിയില്ല. പക്ഷേ ഞങ്ങൾ പോയ സീസൺ ചെറുതായിട്ടൊന്ന് മാറിപ്പോയി, അതുകൊണ്ടുള്ള ഒരു ചെറിയ ബുദ്ധിമുട്ട് മാത്രമേ തോന്നിയുള്ളൂ. അല്ലാത്ത പക്ഷം എല്ലാം അടിപൊളിയായിരുന്നു കേട്ടോ. നമ്മൾ പോകുന്ന വഴിയൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നും എന്താണ് ഇങ്ങനെ വളഞ്ഞ് എസ് കണക്ക് ഫുള്ള് ആ ഒരു രീതിയിലാണ്, ഇതെങ്ങനെ നമ്മളെത്തും എന്നുള്ള രീതിയിലൊക്കെ തോന്നും കേട്ടോ. പക്ഷേ നമ്മൾ ആ വണ്ടിക്കകത്തിരുന്ന് പോകുമ്പോഴത്തേക്കും അതൊരു ഫീല് തന്നെയാണ്. ഇങ്ങനത്തെ ഒരു ട്രക്കിങ്ങൊക്കെ നമ്മൾ പോകണം, എന്നാലേ നമുക്ക് എന്താ ഏതാ എങ്ങനെയാണെന്നുള്ളതൊക്കെ അറിയാൻ പറ്റത്തുള്ളൂ. ഫുള്ള് മരങ്ങളാണ് കേട്ടോ, ഫുള്ള് മരങ്ങളാണ്. അതിൻ്റെ ഇടയ്ക്ക് കുറേ മൗണ്ടെയിൻ, അതിൻ്റെ ഇടയ്ക്ക് കുറേ എന്താ പറയുന്നത് കുരങ്ങന്മാർ, പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കാണാനുള്ള നല്ല നല്ല ഭംഗിയുള്ള കാഴ്ചകൾ. മൊത്തത്തിൽ അടിപൊളിയായിരുന്നു മക്കളെ, അടിപൊളിയായിരുന്നു. അവിടെ കണ്ടോ ഒരു ട്രീ ഹൗസ് കാണാൻ പറ്റുന്നുണ്ടോ? അല്ല കേട്ടോ, അത് ട്രീ ഹൗസ് ആയിരുന്നില്ല, അത് മറ്റേ ഇതായിരുന്നു. ഏതാണ് മറ്റേ അതിൻ്റെ പേരെന്തായിരുന്നു, ഷോ പേര് മറന്നുപോയി. ഇതിൽ കൂടി ഒരു സംഭവത്തിൽ ഇങ്ങനെ കയറിയിരുന്ന് വരുമല്ലോ, ആ സംഭവം അതായിരുന്നു കേട്ടോ. അവിടെ അടിപൊളിയായിരുന്നു. ഒരുപാട് സ്ഥലത്ത് നമ്മൾ പോയി, ഫസ്റ്റ് ഡേ തന്നെ ഒരുപാട് സ്ഥലത്ത് നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. ഫുള്ള് ഇങ്ങനെ വണ്ടികളൊക്കെ ഒരുപാട് അങ്ങോട്ട് പോയിട്ട് തിരിച്ച് വരുന്ന കേട്ടോ. ഈ ജീപ്പുകൾ അത്രയും ഈ ഒരു ട്രക്കിങ്ങിന് വരുന്നതാണ്. പിന്നെ ഇതിൻ്റെ അകത്തൂടി അങ്ങോട്ട് പോകുന്നതെന്ന് പറഞ്ഞാൽ ഹണി റോക്ക് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്. ആ ഒരു റോക്ക് ഫുള്ള് എന്താണെന്ന് വെച്ചാൽ ഹണിയാണ്. നല്ല എന്താ പറയുക, വലിയൊരു കൗണ്ട് ഹണി അവിടെയുണ്ട് ആ ഒരു റോക്കിൽ. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് ഒരുപാട് പേര് കയറി പോകുന്നത്. ഞങ്ങൾ അങ്ങോട്ട് പോയില്ല കേട്ടോ, അവിടേക്ക് ഞങ്ങൾ പോയില്ല. ബട്ട് ജസ്റ്റ് അവിടെ നിന്നൊന്ന് കണ്ടു, അത്രയേ ഉള്ളൂ. പിന്നീട് നമ്മൾ നേരെ പോയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറൊരു സ്ഥലത്താണ്, അതിവിടെയാണ് കേട്ടോ. ഇവിടെ എന്താണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയൊരു ഹൗസ് കണക്ക് ഉണ്ട്, ഒരു ചെറിയൊരു ഹട്ട് കണക്ക്. ആ ഒരു ഹട്ടിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് കുറേ ഈ സുഗന്ധദ്രവ്യങ്ങൾ എന്നൊക്കെ പറയുന്ന കണക്ക് കുറേ സാധനങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. അത് ലെമൺ ഗ്രാസ് ഓയിൽ അങ്ങോട്ടുണ്ടായിരുന്നു, അതിൻ്റെതാണ് ആ കാണിക്കുന്നത്. കുറേ ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ. ഈ സാധനങ്ങളൊക്കെ തന്നെയാണ് അതിൻ്റെ അകത്തിരുന്നത്. പിന്നെ ഈ വെളിയിലെന്ന് പറയുമ്പോഴത്തേക്കും കുറേ ഫ്ലവേഴ്സ് ഇതുണ്ട്, ഒരാൾ കണ്ണാടിയൊക്കെ ഇട്ടിരിക്കുന്നത്. മൊത്തത്തിൽ കൊള്ളാം, ഫുള്ള് ഫ്ലവേഴ്സാണ് കേട്ടോ. ഫ്ലവേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഇതേ കണ്ടോ, നമ്മളെ നാട്ടിൽ കാണുന്നതും കാണാൻ പറ്റാത്തതുമായിട്ടുള്ള ഫുള്ള് ഫ്ലവേഴ്സ് ഇവിടെ ഉണ്ട്. ചിലത് നമ്മൾ മറ്റേ മാങ്ങാനാറി എന്നൊക്കെ പറയത്തില്ലേ, ആ സംഭവമൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷേ അതിങ്ങനെ അതാണ്ട് അടുത്ത ആൾ റൊണാൾഡോൻ്റെ ഡ്രസ്സൊക്കെ ഇട്ട് അപ്പോൾ അവിടെ ഇത് നോക്കുന്നു കേട്ടോ. അവിടെ നോക്കുക, റൊണാൾഡോൻ്റെ ഡ്രസ്സൊക്കെ ഇട്ട് നമ്പർ 7 ജേഴ്സിയൊക്കെ ഇട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ അകത്തുണ്ടല്ലോ, അത് ജമന്തി മാങ്ങാനാറിയൊക്കെയാണ് കേട്ടോ. അവിടെ നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നതെന്ന് അറിയില്ല, ഞങ്ങളുടെ നാട്ടിൽ തന്നെ മാങ്ങാനാറി എന്നാണ് പറയുന്നത്. നമ്മൾ ഓണത്തിന് അത്തപ്പൂക്കളത്തിലൊക്കെ കൂടുതൽ ആ ഫ്ലവർ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ
വെയിൽ കേട്ടോ, ഭയങ്കര വെയിൽ, നിൽക്കാനൊന്നും മേല. അപ്പോൾ നമ്മളെ കൂടെ വന്ന ആൾക്കാരൊക്കെ അവിടെ നിന്ന് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. എനിക്കാണെങ്കിൽ ഇതിൻ്റെ അകത്തേക്ക് കയറണമെന്നുണ്ട് കേട്ടോ. ആ കിടക്കുന്ന സംഭവം ഉണ്ടല്ലോ, അത് നമ്മുടെ എന്താണ് മറ്റേ പാഷൻ ഫ്രൂട്ട്, ആ സാധനമാണ് തറയിൽ കിടക്കുന്നത്. അപ്പോൾ മാമൻ അവിടെ നിന്ന് ഇറങ്ങി വന്നു. എനിക്കാണെങ്കിൽ അകത്ത് കയറണമെന്നുണ്ട്, കയറേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെ ഇതൊക്കെ നമ്മളെ കൂടെ വന്ന ടീമുകളാണ് കേട്ടോ. എല്ലാവരും വെയിൽ കാരണം തളർന്ന് അവിടെ ഇരിക്കുകയാണ്. വെയിലില്ലായിരുന്നെങ്കിൽ സംഭവം പൊളിച്ചേനെ മക്കളെ. നിങ്ങൾക്ക് എൻ്റെ മുമ്പത്തെ വീഡിയോസൊക്കെ കാണുമ്പോൾ അറിയാം, വെയിലെന്ന് കണ്ടാൽ ഞാൻ തെറിച്ചോടും. അപ്പം അതിൻ്റെ അകത്ത് ഇതേണ്ട ഈ വെളുത്തുള്ളി ഉണ്ടോ, അതൊക്കെ അവരിങ്ങനെ കെട്ടിയാണ് വെച്ചിരിക്കുന്നത്. ഒരു ബഞ്ചാക്കി ഇങ്ങനെ കെട്ടി അങ്ങനെയാണ് വെച്ചിരിക്കുന്നത്. ഇവർ പറയുന്നത് ഇതിങ്ങനെ തൂക്കി അങ്ങനെ കെട്ടി തൂക്കി ഇടുകയാണെങ്കിൽ ഏകദേശം 1-2 വർഷത്തോളമൊക്കെ ഒരു പഴക്കവും കൂടാണ്ട് ആ സാധനം ഇരിക്കുമെന്നാണ് പറയുന്നത്. നശിച്ചൊന്നും പോയിട്ടില്ല, നല്ല രീതിയിൽ ഇരിക്കും എന്നാണ് അവർ പറയുന്നത്. ഓരങ്ങനെ കുറേ എണ്ണകളും കാര്യങ്ങളും ഒക്കെ കാണിച്ചു തന്നു കേട്ടോ. എല്ലാം എന്താ പറയുന്നത്, അങ്ങ് അകത്തോട്ട് പോകുമ്പോൾ തന്നെ നമുക്കൊരു സ്മെല്ലൊക്കെ നല്ല പോസിറ്റീവായി അടിക്കാൻ തുടങ്ങും. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞത്, പാഷൻ ഫ്രൂട്ട് എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇത് നമ്മുടെ നാട്ടിൽ കാണുന്ന സംഭവമല്ല. ഇതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഓപ്പൺ ചെയ്യുന്നത് അവർ കാണിച്ചു തരും. ഒരു ഉണ്ടോ, ഒരു വൈറ്റ് കളർ, നമ്മളിവിടെ ഒരു യെല്ലോ കളറല്ലേ, പക്ഷേ ഇതൊരു വൈറ്റ് കളറിൽ അങ്ങനെയാണ് സംഭവം. കഴിക്കാൻ വേണ്ടി തന്നാണ്. ഞാൻ അപ്പൂന് കൊടുത്തട്ടോ, അവൾ കഴിച്ചെന്നാണ് തോന്നുന്നത്, അറിയില്ല. ഞാൻ കഴിച്ചില്ല, എനിക്ക് കഴിക്കാൻ പറ്റില്ല. ഞാൻ ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ തിരക്കിലായിപ്പോയി. ഇതിന് വൈകിട്ടാണ് ഞാൻ ഓർത്തത്, അയ്യോ ഞാനത് കഴിച്ചില്ലല്ലോ. പിന്നീടാണ് ഞാൻ അതിനെപ്പറ്റി ഓർത്തത്. സംഭവം ടേസ്റ്റ് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പം അതിനുശേഷം നേരെ വെളിയിലോട്ട് ഇറങ്ങി. പൂക്കളൊക്കെ ഇഷ്ടം പോലെ, എന്ത് ടൈപ്പ് പൂക്കളൊക്കെ അവിടെ വേണ്ടതെന്ന് വെച്ചാൽ അറിയില്ല, അത്രയോളം പൂക്കൾ അവിടെ ഉണ്ടായിരുന്നു. അജിതയൊക്കെ നിന്ന് അടിപൊളിയായിട്ട് ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ എടുക്കുന്നുണ്ട്. സരീഷ് മേച്ചിയുണ്ട് കൂടെ, പുള്ളിക്കാരി ഒരുപാട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇതിൽ കൂടുതൽ ഫോട്ടോസോ കാര്യങ്ങളോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ കുറച്ച് ഫോട്ടോസ് മാത്രം 1-2 ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു. ഇത് അവരുടെ എന്തോ ഒരു വർക്ക് ചെയ്യുന്ന ഒരു സ്ഥലം, ഒരു വർക്ക് ഏരിയ കണക്ക്. അവർ ഈ എണ്ണയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് അങ്ങനെ എന്തോ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സ്ഥലങ്ങളാണ് കേട്ടോ. ഇവിടെ നിന്ന് നോക്കുമ്പോഴും നമുക്ക് ഒരുപാട് മൗണ്ടെയ്ൻസ് കാണാൻ പറ്റും, കുറച്ചൊന്നുമല്ല, ഒരുപാട് മൗണ്ടെയ്ൻസ് കാണാൻ പറ്റും. അപ്പോൾ അതങ്ങനെ ഇത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു ഏരിയയിൽ തന്നെ നമുക്ക് കാണാനായിട്ട് ഇഷ്ടം പോലെ ഉണ്ട്. മോനെ പറയാണ്ടിരിക്കാൻ വയ്യ. ആ ഒരു ഹട്ട് അവിടെ നിന്ന് നേരെ ഞങ്ങൾ വന്നത് ഇവിടെയാണ് കേട്ടോ. എല്ലാം നടന്നു വരുന്ന ഒരു ദൂരത്തിലേ ഉള്ളൂ, ഒരു കോമ്പൗണ്ടിൻ്റെ അകത്ത് തന്നെയാണ്. എൻ്റെ മോനെ എന്ത് ഭംഗിയാണ്, അയ്യോ പറയാണ്ടിരിക്കാൻ വയ്യ, അത്രത്തോളം ഭംഗി കേട്ടോ. എനിക്ക് തോന്നുന്നു ആ നാട് മൊത്തം ഇവിടെ നിന്നാൽ നമുക്ക് കാണാൻ പറ്റും, അത്രയോളം ഭംഗിയായിരുന്നു. ആകെ കൂടി തോന്നിയത് വെയിലില്ലായിരുന്നെങ്കിൽ സത്യം ഞങ്ങൾ പൊളിച്ചേനെ. ദേ പോകുന്നുണ്ടോ, അവരൊക്കെ നടന്നു പോകുന്നുണ്ട്. എല്ലാവരും അവിടെ ചെന്ന് തളർന്നു ഇരിക്കുകയാണ്. പിന്നീട് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എല്ലാവരും ഒക്കെ എടുക്കുന്നുണ്ട്. പിന്നെ ഈ പൊട്ട വെയിലത്തായതുകൊണ്ട് എന്ത് പറയണമെന്നറിയില്ല, പക്ഷേ അത്രയോളം ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. എന്താ പറയുന്നേ, ആ വെയിൽ മാത്രമാണ് മക്കളെ ആകെ കൂടി തോന്നിയൊരു നെഗറ്റീവ്. അതിനുശേഷം നമ്മളൊരു ട്രീ ഹൗസിൽ പോയിട്ടുണ്ടായിരുന്നു. ഇതാണ് കേട്ടോ, അതിനുശേഷം നമ്മൾ പോയതാണ് കേട്ടോ ഈ ട്രീ ഹൗസ്. സത്യം പറഞ്ഞാൽ അതിൻ്റെ മണ്ടയിൽ കയറിയത് എനിക്ക് മാത്രമേ അറിയുള്ളൂ. അപ്പമൊക്കെ വലിഞ്ഞു പിടിച്ച് കയറി. പക്ഷേ കയറിയതിന് ശേഷമാണ് ആലോചിച്ചത്, എൻ്റെ മുന്നിൽ ഇത് എങ്ങനെയാണ് താഴത്തേക്ക് ഇറങ്ങാമെന്ന്. അതാണെങ്കിൽ കിടുകിടുകിടുകിടാന്ന് ഇങ്ങനെ ശബ്ദവും കേൾക്കുന്നുണ്ടായിരുന്നു. എങ്ങനെയൊക്കെയോ ഒരു ആത്മവിശ്വാസത്തിൻ്റെ പുറത്തങ്ങ് കയറിയതാണ് കേട്ടോ. അതിനുശേഷം അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പോയതെന്ന് പറയുമ്പോൾ എവിടെയാണ് പോയത്, ഈ പോയതെന്ന് പറയുമ്പോൾ നമ്മൾ മറ്റേ സ്ട്രോബെറീൻ്റെ തോട്ടത്തിലാണ് കേട്ടോ. പക്ഷെ കൂടുതൽ അകത്തോട്ട് കയറിയില്ല. സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കരുതി അതിൻ്റെ അകത്ത് പോയി നമുക്കിങ്ങനെ പറിച്ച് തിന്നാനുള്ള സൗകര്യമൊക്കെ ഉണ്ടാകുന്നു. അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. അവർ ഫുള്ള് കവർ ചെയ്ത് നിർത്തിയിരിക്കുന്നതുകൊണ്ട് അതിനുള്ള സംഭവം ഒന്നും അവിടെ ഉണ്ടായിരുന്നില്ല. പിന്നെ അതിനുശേഷം നമ്മൾ പോയത് ഒരു വാട്ടർഫാൾസ് കാണാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ അത് കുറച്ച് താഴത്തോട്ടായതുകൊണ്ട് തന്നെ എനിക്കിറങ്ങാൻ ബുദ്ധിമുട്ടായിരുന്നു, ഞാൻ ഇറങ്ങിയില്ല. ഇവരെല്ലാവരും കൂടിയൊക്കെ പോയി ജസ്റ്റ് കണ്ടിട്ട് കയറി വന്നു. കാര്യം നല്ല ഇങ്ങനെ നടന്നു പോകുന്നതുകൊണ്ട് എനിക്ക് ഓൾറെഡി എന്താ പറയുന്നത്, വെയിലെന്ന് പറഞ്ഞാലേ എനിക്ക് പറ്റത്തില്ല. അപ്പോൾ ഞാൻ കുറച്ച് കൊണ്ടപ്പോൾ തന്നെ ഞാൻ തളർന്നൊരു പരുവായി.
ക്ലൈമറ്റ് അല്ലാണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞാൻ എത്ര തണുപ്പായിരുന്നെങ്കിൽ പോലും ആ വാട്ടർഫോൾസിൽ പോയി ഞാൻ കുളിച്ചേനെ, കൺഫേം പോയി കുളിച്ചേനെ. അപ്പം എനിക്കെന്ന് പറയുമ്പോഴത്തേക്കും വെയിൽ കൂടുതലായതുകൊണ്ട് തന്നെ നടക്കാനും വയ്യ, ഒന്നിനും മേല, ഒരു പരുവാവുകയും ചെയ്തു. പക്ഷേ തണുപ്പായിരുന്നെങ്കിൽ ഞാനൊരു കുളിയും പാസ്സാക്കിയിട്ടേ കയറി വരത്തുള്ളായിരുന്നു. അപ്പം അവരൊക്കെ പോകുന്നുണ്ട് കേട്ടോ വാട്ടർഫാൾസ് കാണാൻ വേണ്ടി. ഞാൻ കുറച്ച് ദൂരം നടന്നിട്ട് ഞാൻ അപ്പോഴേ സ്റ്റോപ്പ് ചെയ്തു. പിന്നെ അവിടെ നിൽക്കുന്ന ആ ഒരു കാക്കി ഷർട്ടിട്ട ചേട്ടൻ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ടായിരുന്നു കേട്ടോ. അടിപൊളി. അതിനനുസരിച്ചുള്ള സെറ്റിങ്സ് ആയിട്ട് ഞങ്ങൾ ഒരാക്കോ എന്റെ മുന്നേ തൃപ്പറപ്പിലൊക്കെ 10-15 കണ്ടൊക്കെ അല്ലേ ഉള്ളൂ. ഇത് ഭയങ്കര കാടിന്റെ അകത്തേക്കാണ്. കേറിക്കോ ചേച്ചി, കേറിക്കോ ഐഫ ചേച്ചി. ഇത് ഭയങ്കര ദൂരമാണ് വാട്ടർഫോൾസ്. ഓക്കെ വേണ്ട, റിസ്ക് എടുക്കാൻ വയ്യ. ചേട്ടാ നമ്മളാ വണ്ടി ഇരുന്ന കുരുപ്പിനെയും മറ്റേ അവളെയും കൂടി പറഞ്ഞു വിട്ടേക്കണേ, വഴിയിൽ എവിടെയും വെച്ച് കാണുകയാണ്. പക്ഷെ ഈ ടൈമിൽ കുളിച്ചാ സൂപ്പറാണ് ഈ വെള്ളത്തിൽ. അല്ലെങ്കിൽ വൈകിട്ട് കുളിക്കാം. ഇറങ്ങിയില്ല മക്കളെ, ഞാനങ്ങ് ഇറങ്ങിയില്ല. എനിക്ക് അത്ര റിസ്ക് ആയിട്ട് ഇറങ്ങാൻ വയ്യ, അതുകൊണ്ട് ഇറങ്ങിയില്ല. പക്ഷെ ഇതാ ഇവിടെ നിൽക്കുമ്പോൾ അത്യാവശ്യം വെള്ളം പോണ ഒരു വ്യൂ കാണാൻ പറ്റും. എന്നാണ്ടേ പക്ഷേ ഒരു ഡ്രസ്സ് എടുക്കാൻ പറഞ്ഞിരുന്നെങ്കിൽ നമ്മൾ എടുത്തിട്ട് വന്നേനെ ഇല്ലേ. നല്ല രസമുണ്ട്, അടിച്ചു പൊളിക്കായിരുന്നു. ഇത് ഇത്രയും ഹൈറ്റിൽ നിന്നാണ് അവിടെ ആ വെള്ളം വീഴുന്നത്. അവിടെ കാണാൻ പറ്റുന്നു. ഒരു ഹൈറ്റിൽ നിന്നാണ് ഇത്രയും ഇരുന്ന് വെള്ളം ഒലിച്ച് അങ്ങ് പോകുന്നത്. കണ്ടോ, ഇങ്ങനെ പോകുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ നമ്മളൊക്കെ ഇന്ന് വേനൽക്കാലമായിട്ടാണ് ഇവിടെ ഈ വെള്ളം ഇങ്ങനെ വറ്റിയിരിക്കുന്നത്. അല്ലെങ്കിൽ ഇത് ഭയങ്കരമായിട്ട് ഇതിൻ്റെ ഹൈറ്റിനനുസരിച്ച് വെള്ളം വന്നിട്ട് ഇങ്ങനെ കംപ്ലീറ്റ്ലി പോവുകയായിരിക്കും ചെയ്യുന്നത്. അതായിരിക്കും വേനൽക്കാലത്ത്. ഫുള്ള് മൗണ്ടെയിനാണ്, ഫുള്ള് നമുക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും കംപ്ലീറ്റ്ലി. ഇത് മഴക്കാലം ആകുമ്പോൾ ഭയങ്കരമായിട്ട് വെള്ളം കയറും അല്ലേ? ഫുള്ള് ഈ ഭാഗമൊക്കെ ഫുള്ള് അങ്ങ് വെള്ളം നിറയുമല്ലേ? ഇങ്ങനെ ഫുള്ള് ആ സൈഡ് ഫുള്ളല്ലേ? അപ്പോഴൊക്കെ ആൾക്കാര് പോകാൻ പറ്റും. ആ മഴക്കാല സമയത്തല്ലേ? അങ്ങ് കുളിക്കാൻ പറ്റൂല. പക്ഷേ അപ്പൊ കുളിക്കാൻ പറ്റൂല. മഴ സമയത്താണ് മഴക്കാലത്ത് നമുക്ക് ഇവിടെ കൂടുതൽ കൊടുക്കില്ല. ഞാൻ കഴിഞ്ഞ വന്നപ്പോ അവിടെയായിരുന്നു. അല്ല, നമുക്ക് ഈ കാണുമ്പോ അറിയാം, ഇതിങ്ങനെ കിടക്കുന്ന കാണുമ്പോ ഇത്രയും വെള്ളം പോകത്തില്ലേ മഴയാകുമ്പോ? അത്ര ഹൈറ്റ് ഒന്നും ആയിരിക്കുമല്ലോ. വെയിലുണ്ട്, അത്യാവശ്യം നല്ല വെയിൽ. നമുക്ക് ഈ മൗണ്ടെയിനൊക്കെ കാണാം. പക്ഷേ എന്താ പറയുന്നത്, ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഭയങ്കര ക്ലൗഡി ആയിട്ട് ആ ഭാഗം തോന്നും. പക്ഷെ ക്ലൗഡി അല്ലത് തോന്നുന്നതാണ്. ഇത്രയും ദൂരമായിട്ട് നമുക്ക് തോന്നുന്നതാണ്. വെയിലുണ്ട്, ഹെവി വെയിലാണ്. നമ്മൾ വന്ന സീസൺ ചെറുതായിട്ടൊന്ന് തെറ്റിപ്പോയി. എന്താ ഓഗസ്റ്റ് അല്ലേ? ഓഗസ്റ്റ് അങ്ങോട്ട് അതാണ് കറക്റ്റ് സീസൺ. നമ്മൾ കറക്റ്റ് മഴ നോക്കി വന്നു, അതേ പറ്റിയത്. എന്തായാലും ഓക്കെ. ഇനി എനിക്ക് തോന്നുന്നു ഇനി നേരെ റൂമിലോട്ടല്ലേ നമ്മള്? ആ, ശർക്കര വാങ്ങാം അവിടെ നിന്ന്. അതവര് അപ്പം ഉണ്ടാക്കി തരുന്നതാണോ നമുക്ക്? അതെന്താണ് ആ ശർക്കരക്ക് എന്തിനാണ് പ്രത്യേകത? നമ്മൾ മറ്റേ കടയിൽ നിന്ന് വാങ്ങുന്ന ശർക്കര അതല്ല. അങ്ങനെ തരുന്നതാണ്. കിലോയ്ക്ക് എത്ര വരും? 1 കിലോ. എന്തായാലും നമുക്കൊന്ന് കയറണം, വാങ്ങണം. പുള്ളിക്കാരനാണ് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നെ. ഇപ്പം നമുക്ക് ഇനി നേരെ പോകാനുള്ള മറ്റേ ശർക്കരയുടെ കുറേ സാധനങ്ങൾ, കാര്യങ്ങൾ. ആ പറഞ്ഞ ഡയലോഗ് ഒന്നുകൂടി എന്ന് പറഞ്ഞേ. അതെ അതെ, ആ തല കുലിക്ക കണ്ട. ഇത് ഞാൻ ഇങ്ങനെ ഇടും. വേണമെങ്കിൽ 2 കൊമ്പൊക്കെ സൈഡിൽ ഞാൻ വയ്ക്കുക.
സോ ഇനി നേരെ പോവാ, വണ്ടി കയറ്, അത്രേ ഉള്ളൂ. ചെയ്യുന്ന എല്ലാം ഞാൻ എടുക്കാം. ഇട്ട അതൊക്കെ നല്ലതായിരുന്നു, ചാനലിന് നല്ലതായിരുന്നു. നിങ്ങളെ വിറ്റിട്ടായാലും എനിക്ക് റീച്ച് ഉണ്ടാകും. ഓക്കെ, ഭയങ്കര വെയിൽ. അയ്യോ, നേരെ വണ്ടിയിലോട്ട് ചെന്ന് കയറാം, അതാണ് നല്ലത്. സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ എന്തോ ശർക്കരയുടെ സംഭവം, പിന്നെ കരിമ്പിൻ ജ്യൂസ് ഒറിജിനൽ കിട്ടും എന്നൊക്കെ പറയുന്നുണ്ട്. എന്താ സംഭവം എന്നറിയില്ല, നോക്കാം. എന്തോ ഒരു മെഷീനൊക്കെ കാണാം കേട്ടോ ആദ്യം തന്നെ. പിന്നെ കുറേ മെഷീൻസൊക്കെ അതിൻ്റെ അകത്തുണ്ട്. എനിക്കൊന്നും ഇത് പറ്റിയ ശർക്കരയുടേതാണെന്ന് തോന്നുന്നു കേട്ടോ. ഇതേണ്ട ഇവിടെ ശർക്കര തേണ്ട എടുത്തൊക്കെ വെച്ചിട്ടുണ്ട്. അത് വാങ്ങാം, ജസ്റ്റ് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ചേച്ചി എനിക്ക് കൂടി കുറച്ചും എടുത്ത്. ബിസ്മില്ലാ. എന്തൊക്കെയോ സംഭവങ്ങൾ ചാക്കിലൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ, അറിയാം. ഇതൊക്കെ ശർക്കരയുടെ പൊടിയാണെന്ന് തോന്നുന്നു കേട്ടോ, പൊടിച്ചു വെച്ചിരിക്കണം. അവിടെ പീസായിട്ടിരിപ്പുണ്ട്, അതിന് പൊടിച്ചതാണെന്ന് തോന്നുന്നത്. എന്താണെന്ന് എനിക്കറിയില്ല, നോക്കാം. അത് എവിടെ നിന്നും അറിയത്തില്ല, വായിച്ചേരാ. അതുണ്ടോ ഇതാണോ ശർക്കര? ഇത് എത്രയാ? 120. 120 1 കിലോ അല്ലേ? ഇതെങ്ങനെ യൂസ് ചെയ്യുന്നത്? അങ്ങനെ ഉപയോഗിച്ചാൽ മതി, ചായയിലൊക്കെ, പാൽ ചായയിൽ. ചേച്ചി ചേച്ചി ഇത് പൊടിച്ചതല്ലേ? ഇത് പൊടിച്ചത് അത്രയല്ലേ ഉള്ളൂ? അപ്പൊ ഇതോ? കുറേ നാൾ സ്റ്റോർ ചെയ്ത് വെക്കാം അല്ലേ? ഇല്ലാതാവൂല. കുറേ നാൾ സ്റ്റോർ ചെയ്ത് വെക്കാന്ന് പറയുന്നുണ്ട്. ഇത് രണ്ട് അതെന്തെണ്ണയാ? അതോ ഓക്കെ, ഇത് 2 മതി. ഞാൻ 2 എണ്ണം വാങ്ങിച്ചു കേട്ടോ, എനിക്ക് വേണം. ഞങ്ങളെ വീട്ടിൽ ഷുഗർ പേഷ്യൻ്റ് ഉണ്ട്, പിന്നെ ഞാൻ ജിമ്മിലൊക്കെ പോകുന്നുണ്ട്. ഓക്കെ, 80. സോ മേടിക്കാം. അവിടെ എന്തോ ഷുഗർ കെയിൻ്റെ ജ്യൂസ് ഉണ്ട്, നമുക്കത് പോയി നോക്കാം. അതൊക്കെ കഴിഞ്ഞു. അതിന് ശേഷം നമ്മൾ പിന്നെ ഈവനിങ് ആയപ്പോൾ നേരെ നമ്മൾ റൂമിൽ വന്നിട്ട് പിന്നെ ഈവനിങ് പൂളിൽ ഇറങ്ങാൻ ചെയ്തത്. പൂളിൽ എന്താ, ഞാൻ ആദ്യമൊന്നും ഇറങ്ങിയില്ല കേട്ടോ, ചുമ്മാതെ ഇങ്ങനെ വെളിയിൽ നിൽക്കുക ചെയ്തേ. ഇത് ആ പൂളിൻ്റെ സൈഡിൽ നിന്നിട്ടുള്ള വ്യൂ ആണ് കേട്ടോ, കാൽവിൻ റിസോർട്ട്. അവിടെയാണ് ഞങ്ങൾ വന്നത്. റിസോർട്ട് സൂപ്പറായിരുന്നു, അടിപൊളിയായിരുന്നു. അവരുടെ എന്താ പറഞ്ഞ ബിഹേവിയറും കാര്യങ്ങളും അവരുടെ എല്ലാം അടിപൊളിയായിരുന്നു കാൽവിൻ റിസോർട്ടിൽ. ഒരുപാട് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ അപ്പോൾ ഇറങ്ങുന്നുണ്ട് കേട്ടോ. ഞാൻ ഒരുപാട് നേരം ഇറങ്ങിയില്ല, പിന്നെ എല്ലാവരും കൂടി നിർബന്ധിച്ചപ്പോൾ ജസ്റ്റ് ഒന്ന് ഇറങ്ങി, അത്ര മാത്രമേ ഉള്ളൂ. കാര്യം എനിക്ക് ഒന്നാമതെന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ടയേർഡായിരുന്നു, നല്ല ടയേർഡായിരുന്നു ക്ലൈമറ്റിൻ്റെ വിഷയം കൊണ്ടിട്ട്. അല്ലെങ്കിൽ ഞാൻ നല്ല ആക്റ്റീവായിട്ട് നിന്നിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഇറങ്ങിയേനെ. പിന്നെ അല്ലാണ്ട് ഒരുപാട് പേരൊക്കെ പൂളിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നൈറ്റ് താണ്ട് നമ്മൾ DJക്ക് അവിടെ പോകുന്നതാണ് കേട്ടോ. അപ്പോൾ DJ അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ DJയും ക്യാമ്പ് ഫയറൊക്കെ. അപ്പോൾ ഞങ്ങളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സാധനം മേടിക്കാൻ വേണ്ടി പോകണമായിരുന്നു. അത് കാരണം ജസ്റ്റ് അവിടെ പോയി ഒന്ന് നോക്കിയിട്ട് പെട്ടെന്ന് തിരിച്ചങ്ങ് പോവാം, ഷോപ്പിലോട്ട് പോകണമായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് അങ്ങ് പോവുക ചെയ്തത്. ഷോപ്പിൽ പോയിട്ട് ഒരു ചെറിയ സാധനം വാങ്ങണമായിരുന്നു. അപ്പം
അത് മേടിക്കാൻ വേണ്ടിയിട്ട് പോകുന്ന പോക്കാണ് കേട്ടോ. വീണ്ടും പോവുകയാണ് ഗൈസ്. അമ്മൂസ് ഫാഷൻ അവിടെയാണ് പോകുന്നത്. കടയൊക്കെ നമ്മൾ രാവിലെ നോക്കി വെച്ച്, പക്ഷെ രാവിലെ നമ്മൾ വന്നത് ഒരു 6:45-7 മണി സമയത്തല്ലേ, അതുകൊണ്ട് നമുക്ക് അത് വാങ്ങാൻ പറ്റിയില്ല. കട ജസ്റ്റ് ഇങ്ങനെ നോക്കി വെച്ചതേ ഉള്ളൂ. നമുക്ക് കരുതി അത് വാങ്ങാമെന്ന് കരുതി. ദൈവക്ക് വേണ്ടിയാണ് പോണത്. സോ സാധനമൊക്കെ വാങ്ങിച്ച് DJക്ക് കയറാം. ആഹാ ആഹാ ഉണ്ടല്ലോ, നല്ല അത്യാവശ്യം തണുപ്പുണ്ട്, നല്ല റഷാണ് കേട്ടോ, അത്യാവശ്യം നല്ല റഷും ഉണ്ട്. പാൽബൺ, നമ്മൾ പാൽബണ്ണ് കഴിച്ചതുകൊണ്ട് അവിടെ ഇരിപ്പുണ്ട് പാൽബൺ. നല്ല ടേസ്റ്റ് ഉണ്ട്. നടന്ന് കഴിച്ചുകൊണ്ട് വരുന്നു. സംഭവം കൊള്ളാം, നല്ല ടേസ്റ്റ് ഉണ്ട്. അതേ ഇരിക്കുന്നു പാൽബൺ. അതാണ് സാധനം. പുള്ളിക്കാരി വട അന്വേഷിച്ച് വന്ന് പുള്ളിക്കാരി പാൽബണ്ണിൽ പുള്ളിക്കാരി തൃപ്തിയാണ്. ചേച്ചി കൊള്ളാമോ സാധനം? പുള്ളിക്കാരി അങ്ങനെ തൃപ്തി അടങ്ങും. ബസ് ഇനി നേരെ DJക്ക് പോ. ആൻറ്റിയുടെ കൈ പിടിച്ചോ. അങ്ങനെ ക്യാമ്പ് ഫയർ സ്റ്റാർട്ട് ചെയ്ത് കേട്ടോ. അപ്പോൾ സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ ഞാനും അവിടെയൊക്കെ നിന്ന് കുറച്ച് നേരം ഡാൻസൊക്കെ കളിച്ചു. പിന്നീട് ടയേർഡായപ്പോൾ ഞാനിങ്ങ് മുകളിലേക്ക് കയറിയിരുന്നു. കുറച്ച് നേരം ഇരുന്നിട്ട് ഇറങ്ങാമെന്ന് കരുതി. ഭയങ്കര ചൂടായിരുന്നു. അതിൻ്റെ അടുത്ത് നിന്ന് തന്നെ ഡാൻസ് കളിച്ചുകൊണ്ട് നല്ല രീതിക്ക് സ്വെറ്റ് ആവുകയും ചെയ്തു. അപ്പോൾ ഞാൻ കരുതി ഒരു 10 മിനിറ്റ് റെസ്റ്റൊക്കെ എടുത്തിട്ട് പിന്നീട് ഇറങ്ങിപ്പോയി ഡാൻസ് കളിക്കാമെന്ന്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈവനിങ് ആയപ്പോൾ ഒരു തണുപ്പും അങ്ങ് സ്റ്റാർട്ട് ചെയ്തു. അടിപൊളിയായിരുന്നു മൊത്തത്തിൽ. എല്ലാവരും ഒക്കെ ഡാൻസ് കളിക്കാനായിട്ടോ. ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് കുറച്ച് വീഡിയോസ് എടുത്തു അതിൻ്റെ. ഇതേണ്ട അവിടെ ഒരു ചേട്ടൻ കണ്ടു, അവർ പൂളിൽ കുളിക്കുകയാണ് കേട്ടോ. അപ്പം നമ്മളവിടെ ഡാൻസ് കളിക്കുന്നത് കണ്ടിട്ട് പുള്ളിക്കാരൻ അതേപോലെ അവിടെ നിന്ന് ഡാൻസ് കളിക്കുന്നുണ്ട്. ഞാൻ പുള്ളിക്കാരനാണ് കേട്ടോ സൂം ചെയ്തെടുത്ത്. പുള്ളി ഡാൻസ് കളിക്കണമെന്ന് മാത്രമല്ല, ആ ഉള്ള ആൾക്കാർ അത്രയും പിടിച്ച് പൂളിലേക്ക് തള്ളിയിടുന്നുണ്ട്. അവരാരെന്നും കൂടി ഞങ്ങൾക്ക് അറിയില്ല കേട്ടോ. പക്ഷേ നല്ല വൈബായിരുന്നു അവരുടെ സൈഡിൽ നിന്ന്. നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ ഞാനാണ് കേട്ടോ ആ വൈറ്റ് ടീഷർട്ട് ഇട്ട് അവിടെ നിന്ന് കളിക്കുന്നത്. എനിക്ക് ഡാൻസ് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ നല്ല രീതിക്ക് ഡാൻസ് കളിക്കുകയും ചെയ്യും. പാട്ടൊക്കെ അടിപൊളി പാട്ടായിരുന്നു. ഞാനാണെങ്കിൽ ഫുൾ എനർജി ഇട്ടാണ് കളിക്കുന്നത്. ഒരു 10 മിനിറ്റ്സ് റെസ്റ്റ് എടുത്തിട്ടാണ് പിന്നെ ഇരുന്ന് ഡാൻസ് കളിക്കാൻ തുടങ്ങിയത്. കളിക്കാൻ തുടങ്ങുകയാണെങ്കിൽ അടിപൊളിയായിട്ട് കളിക്കും. അപ്പോൾ ഇത് 1ാമത്തെ പാർട്ടാണ് കേട്ടോ. സെക്കൻഡ് പാർട്ട് പെട്ടെന്ന് തന്നെ ഇടാം.